ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ജലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ഈസി പ്ലം കേക്കിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. നല്ല സ്പോഞ്ച് ആയിട്ടുള്ളൊരു കേക്കാണ്. എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ കുറച്ചുകൂടെ ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് കറുത്ത മുന്തിരി, അതുപോലെ തന്നെ കിസ്മിസ്, ടൂട്ടി ഫ്രൂട്ടി, ചെറി ഇതാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് വീതമാണ് എല്ലാ ഡ്രൈ ഫ്രൂട്ട്സും എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു സോസ് പാൻ എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 250 ml കപ്പിൽ 3/4 കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ, മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് വേണം നമ്മളിത് കാരമൽ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ജസ്റ്റ് സൈഡിൽ നിന്നൊക്കെ ഒന്നിങ്ങനെ ഉരുകിയിട്ട് കളർ ചേഞ്ച് ആവുന്ന സമയത്ത് നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇളക്കി കൊടുക്കുക. പിന്നെ അടുത്തുനിന്ന് മാറി നിൽക്കരുത് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇത് കാരമലായി കിട്ടും കേട്ടോ. ഇതേപോലെ ഒന്ന് മീഡിയത്തിൻ്റെയും ലോയിൻ്റെയും ഇടയിലാണ് വെച്ചിട്ടുള്ളത്. ഇതേപോലെ ഒന്ന് ആകുന്ന സമയത്ത് നന്നായിട്ട് മെൽറ്റ് ആയിരുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പത വരും. കാരമൽ ചെയ്യുന്നത് കറക്റ്റായി വന്നാൽ മാത്രമേ നമ്മുടെ പ്ലം കേക്ക് റെഡിയായി വരുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റായി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് പതഞ്ഞു വരും. ഇങ്ങനെ പതഞ്ഞു വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ പുക വരും കേട്ടോ. അപ്പോൾ അത് വരാതിരിക്കാൻ ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കാരമൽ ചെയ്യാൻ വെക്കുന്ന സമയത്ത് തന്നെ അപ്പുറത്ത് 1 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക കേട്ടോ. അളന്ന് വെച്ചാൽ മതി 1 കപ്പ് വെള്ളം. എന്നിട്ട് നമ്മൾ ഇത് കാരമലായി പതഞ്ഞു വന്ന് നിങ്ങൾ കണ്ടല്ലോ, ആ സമയത്ത് കുറച്ച് വീതം ഒഴിച്ചു കൊടുക്കുക. ഓരോ സ്പൂൺ വീതം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ അത്യാവശ്യം നന്നായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ആദ്യം തന്നെ ഒന്നായിട്ട് ഒഴിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് അറിയണതാണ്, തെറിച്ച് പുറത്തേക്കൊക്കെ വരും, നമ്മുടെ മേത്തൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ആ ഒരു പതയൊക്കെ അടങ്ങി കഴിയുമ്പോൾ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ 1/4 കപ്പ് വീതം എടുത്തിട്ടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എത്രയാണോ ഉള്ളത് കുറച്ച് കൂടുതലൊക്കെ എടുത്താൽ കുറച്ചുകൂടി ടേസ്റ്റാണ്, കടിക്കാനൊക്കെ കുറച്ച് കൂടുതൽ കിട്ടും കേട്ടോ. നിങ്ങളുടെ കയ്യിലുള്ളതിനനുസരിച്ച് എടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ 1/4 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ചേരുവകൾ കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം പട്ട, ഒരു 5 ഏലക്ക, 3 ഗ്രാമ്പു, ചെറിയൊരു കഷ്ണം ജാതിക്ക. ഈ ഒരു സ്പൈസസിൻ്റെ ഒന്നും അളവ് കൂടി പോകരുത്. കൂടിയാൽ കേക്കിന് അതേ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് മാത്രം, ഈ പറഞ്ഞ മാത്രം അളവിലെടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. കേട്ടോ, അതവിടെ മാറ്റി വയ്ക്കാം. ഇനി ഞാൻ 250 ml കപ്പിൽ 1.5 കപ്പ് പൊടിയാണ് എടുക്കുന്നത്, മൈദ. അപ്പോൾ മൈദ എടുക്കുമ്പോൾ ഇതുപോലെ വടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ അളവ് പാത്രത്തിലേക്ക് ഒരു സ്പൂണ് കൊണ്ട് മൈദ കോരി ഇട്ടാൽ മതി. അല്ലാതെ നമ്മളിങ്ങനെ നിറച്ച് തിക്കി എടുക്കരുത്. അപ്പോൾ നമുക്ക് അളവ് കറക്റ്റ് ആവില്ല. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 2 പിഞ്ച് ഉപ്പുമാണ് എടുക്കുന്നത്. ഇപ്പം ഞാൻ 1.5 കപ്പ് മൈദയിലേക്കാണ് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്തത് കേട്ടോ. അപ്പം നിങ്ങൾ 1 കപ്പാണ് മൈദ എടുക്കുന്നതെങ്കിൽ എല്ലാ ചേരുവകളും അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പം ഞാൻ 1.5 കപ്പിൻ്റെ അളവാണ് ഈ കേക്കിന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഒറ്റ പ്രാവശ്യം ഞാൻ അരിച്ചിട്ടുള്ളൂ. ഒറ്റ പ്രാവശ്യം അരിക്കുകയാണെങ്കിൽ ഇതേപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ 3 പ്രാവശ്യം അരിച്ചെടുക്കാനും ശ്രദ്ധിക്കണം. അതായത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ഉപ്പൊക്കെ മാവിൻ്റെ എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അടുത്തതായി നമ്മൾ കേക്ക് ബേക്ക് ചെയ്യുന്ന പാത്രം റെഡിയാക്കി വെക്കണം. അതിനായിട്ട് ഞാൻ 10 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഹൈറ്റ് കുറവുണ്ടാവും കേട്ടോ. നല്ല ഹൈറ്റിൽ വേണമെങ്കിൽ കുറച്ച് ചെറിയ പാത്രം എടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് ഒരല്പം ഓയിലൊന്നാക്കിയിട്ട് ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് ആ ബട്ടർ പേപ്പറിന് മുകളിൽ ഒരല്പം ഒന്ന് ഓയിലാക്കി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ റെഡിയാക്കി വെക്കാൻ ശ്രദ്ധിക്കണേ. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു മിക്സിയുടെ ക്ലീൻ ആയിട്ടുള്ള ജാറാണ്. നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കുമ്പോൾ, ഏതൊരു കേക്ക് ഉണ്ടാക്കുമ്പോഴും വെള്ളത്തിൻ്റെ അംശം ഒന്നിലും വരാൻ പാടില്ല. അപ്പോൾ ഞാൻ മിക്സി നല്ല തുടച്ച് വൃത്തിയാക്കി എടുക്കണം. എന്നിട്ടൊരു 3 കോഴിമുട്ടയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഫുൾ സ്പീഡിലിട്ടിട്ട് ഒരു 10 സെക്കൻഡ് അടിച്ചെടുത്താൽ മതിയാകും. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഞാനിതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിട്ടുള്ള പഞ്ചസാരയും ജാതിക്കയും ഏലക്കയും ഗ്രാമ്പും പട്ടയൊക്കെ ഇല്ലേ, ആ പൊടിച്ചത് കൂടി ചേർത്ത് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അതും ഒരു ഹൈ സ്പീഡിൽ 10 സെക്കൻഡാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക്
അരക്കപ്പ് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ലോ സ്പീഡിലിട്ട് 10 സെക്കൻഡ് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിന് ശേഷം നമുക്ക് നമ്മളിവിടെ കാരമൽ ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. മുഴുവനായും ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, കാരമൽ സോസ് അല്ല, കാരമൽ സിറപ്പ് കുറച്ച് നല്ല കുറുകി വന്നിട്ടില്ലേ? അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കണ്ടോ, അപ്പോൾ തന്നെ കളർ മാറി വന്നില്ലേ? അപ്പോൾ ഇനിതാ ഇതിലേക്ക് നമ്മളിവിടെ അരിച്ചു വെച്ചിട്ടുള്ള നമ്മുടെ മൈദ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നീട് ബാക്കി കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുക. ഇതുപോലെ ഒരു വിസ്ക് കൊണ്ടാണ് ഞാൻ മിക്സ് ചെയ്തെടുക്കുന്നത്. കുറച്ച് ഈ കമ്പി അകലുള്ള വിസ്ക് ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് മിക്സിങ് സിമ്പിളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും കുടുങ്ങില്ല കേട്ടോ. അപ്പോൾ ദേ ബാക്കിയുള്ളത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് സമയം ഇട്ട് ഇങ്ങനെ കുത്തി ഇളക്കണ്ട, ജസ്റ്റ് ഒരു വിസ്ക് കൊണ്ട് ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മിക്സായി കിട്ടിക്കോളും. അപ്പോൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ 2 സ്പൂൺ മൈദ മാറ്റി വെച്ചതിലേക്ക് ഒരു 1/4 കപ്പ് ഇത് കട്ട് ചെയ്തതിന് ശേഷമുള്ള കാഷ്നട്ടാണ് 1/4 കപ്പ് ആ പൊടിയിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മാവിലേക്ക് ബാറ്ററിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ കാഷ്നട്ട് അവസാനം ചേർത്തത് നമ്മൾ ഈ ഡ്രൈ ഫ്രൂട്ട്സിനൊപ്പം ചേർക്കാതിരിക്കുകയാണ് നല്ലത്. ഇപ്പം ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കേക്കിൻ്റെ പല ഭാഗത്തായിട്ട് നമുക്ക് കടിക്കാൻ കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ ചേർത്ത് കൊടുത്തത്. ഒരു സ്ഥലത്ത് പോയി അടിഞ്ഞു കിടക്കില്ല പൊടി ചേർത്തിട്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്പാച്ചില കൊണ്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു പ്ലം കേക്കൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാം. വലിയ വിലയൊന്നും കൊടുത്ത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ട ആവശ്യമില്ല. നമുക്ക് ഓവനോ ബീറ്ററോ ഒന്നും ആവശ്യമില്ല. മിക്സിയിൽ കറക്കി സാധാരണ നമ്മുടെ വീട്ടിലുള്ള ചെമ്പിൽ വെച്ചിട്ട് നമുക്ക് സ്റ്റീൽ പാത്രത്തിൽ ഇത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കേക്കിൻ്റെ ടിന്നിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒരുപാട് കേക്കിൻ്റെ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. സിമ്പിളായിട്ട് ചീനച്ചട്ടിയിൽ ഉണ്ടാക്കുന്നതും ചെമ്പിൽ ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ സ്റ്റീൽ പാത്രത്തിൽ ഉണ്ടാക്കുന്നതും ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവർ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് ഒരു സ്ക്യൂർ കൊണ്ടൊന്ന് കറക്കി കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഈർക്കിലായാലും മതി. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പോകാൻ നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കേക്ക് പാത്രത്തിലേക്ക് ഒഴിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമുക്ക് നമ്മുടെ ഏതൊരു പാത്രമാണോ അത് നമ്മൾ ഫ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കണം. ഞാൻ 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് ഫ്രീ ഹീറ്റ് ചെയ്തെടുത്തിട്ടുള്ള പാത്രമാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ഓവൻ സെറ്റപ്പ്. അപ്പോൾ ഇത് നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പതുക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. കൈയൊന്നും പൊള്ളാതെ നോക്കിക്കോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുത്തിട്ട് എനിക്ക് 1 മണിക്കൂറാണ് ബേക്കിംഗ് ടൈം വന്നിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ ആദ്യം മീഡിയം ഫ്ലെയിമിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് ബേക്ക് ചെയ്യുക. അതിനുശേഷം ബാക്കിയുള്ള സമയം നമ്മൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ബേക്കിംഗ് ടൈം നിങ്ങൾ എടുക്കുന്ന പാത്രത്തിനും അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്ലെയിമിനും അനുസരിച്ചായിരിക്കും ഉണ്ടാവുക. എനിക്ക് 1 മണിക്കൂറാണ് കറക്റ്റായിട്ട് വേണ്ടി വന്നത്. ഞാൻ 1 മണിക്കൂറിന് ശേഷം ഞാനിത് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ചൂടാറിയിട്ടില്ല കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ചൂടൊക്കെ ആറി ഇതിന് ശേഷം മാത്രം പാത്രത്തിൽ നിന്ന് എടുത്താൽ മതി. ഞാനിത് വീഡിയോയും ഫോട്ടോയൊക്കെ എടുക്കാനുള്ളതുകൊണ്ട് ചെറിയൊരു ചൂടുണ്ട്, അതോടുകൂടി എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ചൂടുള്ളപ്പോൾ സാധാരണ പൊട്ടിപ്പോകാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ അതേ ബട്ടർ പേപ്പറൊക്കെ മാറ്റി നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പ്ലം കേക്ക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വലിയ പാത്രത്തിൽ തയ്യാറാക്കിയതുകൊണ്ട് അധികം ഹൈറ്റ് ഉണ്ടാവില്ല. കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല കളറും വന്നിട്ടുണ്ട്. പ്ലം കേക്കൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് ഇതിലേറെ നല്ല കളറും വരും, നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി പ്ലം കേക്കൊന്നും വാങ്ങാൻ പുറത്ത് കടയിൽ ബേക്കറിലേക്കൊന്നും വലിയ പൈസ കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമില്ല. ചെറിയൊരു പൈസ കൊണ്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ഇഷ്ടത്തിന് കഴിക്കാൻ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് കട്ട് ചെയ്തപ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല അടിപൊളി മണമാണ് വരുന്നത്. അപ്പം ഞാൻ ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നമ്മൾ ചേർത്തിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ കേക്കിൻ്റെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. കണ്ടോ, ഇതൊന്ന് ഞാനൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. അപ്പം ഞാൻ 1.5 കപ്പ് മൈദയുടെ അളവിലാണ് ഞാൻ ബാക്കി എല്ലാ ചേരുവകളും എടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് മാത്രം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ സ്പോഞ്ചി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കേക്ക് നിങ്ങൾക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും.
അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് സഹായിക്കാൻ ആരും മറക്കരുത്. നിങ്ങളുടെ ലൈക്ക് പ്രധാനമാണ്. നിങ്ങളുടെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോയുമായിട്ട് എത്തുന്നവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.